കുട്ടികൾക്കൊക്കെ ബോറടിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ചില എന്റർടൈൻമെന്റ്സ് കലാപരിപാടികൾ. താമര തന്നെയാണ് ചക്ക, ചക്ക തന്നെയാണ് താമര. മാങ്ങാത്തൊലി. ചക്ക മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ചക്ക കുരു പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നിലം തൊടിയിച്ചില്ല, 8 നില പൊട്ടി. അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായി. ഇതിലും അപ്പുറമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. തോറ്റു. സാറില്ല, പക്ഷെ നല്ല അടിപൊളിയായിട്ടാണ് തോറ്റെന്നുള്ള സന്തോഷം എനിക്കുണ്ട്. ഒട്ടും തന്നെ പരിചിതമല്ലാതെ പെട്ടെന്ന് വന്ന ഒരു എൻട്രിയിൽ ഈ 30,000-ഓളം വോട്ടുകൾ കിട്ടിയെന്ന് പറയുന്നത് എനിക്ക് ഏറെ സന്തോഷം തരുന്ന ഒന്നാണ്. With minimum investment, maximum output. That's my theory and we are successful. ജയിക്കാറില്ല എന്ന് വെച്ച് സ്വാധീനത്തിന് ഒരു കുറവില്ല. എല്ലാം ഇതിനകത്താ. രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിക്കാരുടെ കൂടെ പോയിട്ടാണ് വരുന്നത്. അപ്പൊ അതിലൊരാള് വേഗം കഴിക്കട്ടെ, MLA കഴിച്ചിട്ട് പോട്ടെ ആദ്യം. സോറി, ഞാൻ കളിയാക്കാൻ ചിരിച്ചല്ല. സാരമില്ല, ഇത് കേൾക്കുന്ന എല്ലാവരും ചിരിക്കാറുണ്ട്. MLA ഞങ്ങളുടെയൊക്കെ MLA ആണ്. എനിക്ക് കണ്ടപ്പോഴേ തോന്നി. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. എല്ലാരും വിളിക്കണതേ അങ്ങനെയാണ്. ഇപ്പം ഞാൻ അങ്ങനെ വിളിക്കില്ല. അവര് ഉറപ്പിച്ചു കഴിഞ്ഞു. എതിര് വല്ലതും പറയാനൊക്കോ? സാറേ ഉല്ലുക്കപ്പെട്ട കാം ചോടുക്കർ ചലേ ജാസേ എന്നായിരിക്കും അടുത്ത ഡയലോഗ്. ഞാൻ വളരെ ലളിതമായി എൻ്റെ ക്യാമ്പയിനിങ് സമയത്തുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങളും വളരെ പ്യുവർ മനസ്സായിട്ട് ഉള്ള രീതിയിൽ ഞാനത് പറയുകയാണ് ഉണ്ടായത്. അന്നേരം നമ്മളെ നാവിലേതോ ഇബിലീസ് കയറി നമ്മളെ കൊണ്ടത് പറയിപ്പിച്ചതാ. അതിനെ വേറെ രീതിയിൽ ആ കണ്ട കാഴ്ചപ്പാടിന് മാത്രമേ എനിക്ക് കുറ്റപ്പെടുത്താൻ കഴിയുള്ളൂ. അതൊരു ബ്ലാക്ക് ഹ്യൂമർ ആയിട്ട് കരുതിയാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞു. അത് അവരവരുടെ പണി, അതാണ് കണ്ടന്റുകൾ കണ്ടുപിടിക്കുക, അത് അവർ ചെയ്തോട്ടെ. ഒരു തോറ്റ MLA സ്ഥിതി ആണെങ്കിൽ ഇലക്ഷൻ നിൽക്കാത്ത സാധാരണക്കാരന്റെ സ്ഥിതി എന്തായിരിക്കും? നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ജെന്യുവൻ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ ശരിക്കും നീതി പുലർത്തിയിട്ടാണ് തൃപ്പൂണിത്തുറയിൽ നിന്നത്. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. കൗസുവിന് വല്ലാത്തൊരു മാറ്റം. ഇവൾക്ക് എന്താ പറ്റിയേ? അപ്പോൾ വോട്ട് കുറയാൻ വേണ്ടിയിട്ടോ വോട്ട് കൂടാൻ വേണ്ടിയിട്ടോ ഞാൻ തള്ളിയിട്ടുമില്ല, പ്രവർത്തിക്കാതിരുന്നിട്ടുമില്ല. ആകെ ചളമായി. ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു. നെഗറ്റീവ് ട്രോളുകളൊന്നും കാണാഞ്ഞിട്ടല്ല, ഒരു ബ്രീത്ത് സ്പേസ് ആണോ? എന്നെ ഒരുപാട് പറയുന്നുണ്ട്. നമ്മുടെ കയ്യിലിരിപ്പിന്റെ കൂടിയാ. എന്നോട് ഇതുവരെ കാണിച്ച സ്നേഹവും വാത്സല്യത്തിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്ന ഒരുപാട് ട്രോളുകൾ ഞാൻ കാണുന്നുണ്ട്. ദൈവമേ, ഞാനും എന്റെ 5 പിള്ളേരും വഴിയാതാരാവോ? നിവൃത്തികളുണ്ട് അവള് വല്ലതും പറഞ്ഞു എന്ന് വെച്ച് അത് ക്ഷമിക്കാനുള്ള വിവരം നിനക്കില്ലേ? ട്രോൾ എഴുതുന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ സമയവും സാഹചര്യത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നടക്കട്ടെ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ചിക്കൻ ബിരിയാണി കഴിച്ച് നമുക്ക് പിരിയാം. വരും ദിവസങ്ങളിൽ, മാസങ്ങളിൽ, വർഷങ്ങളിലൊക്കെ ഇതേപോലെ നിങ്ങൾക്ക് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഉണ്ടാക്കി തരാം. ഇക്കാര്യത്തിൽ എന്റെ പരിപൂർണ പിന്തുണ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. വരട്ടെ.